പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവത വിചാര പരമ്പരയിൽ സാത്വികമായിട്ടുള്ള ഭജനം ഉണ്ടാവുക, അതാണ് വേണ്ടത്. മറ്റ് ഭജനത്തേക്കാൾ രാജസവും താമസത്തേക്കാൾ സാത്വികത്തിന് പ്രസക്തി അല്ലെങ്കിൽ മാഹാത്മ്യം ഇത് കാണിക്കുന്ന രണ്ട് കഥകളാണ്. വൃഗാസുരവധവും തമോ ഗുണം കൊണ്ടുണ്ടായ കുഴപ്പം. അതേപോലെ വിഷ്ണുവിനാണ് ഏറ്റവും കൂടുതൽ സാത്വികത ഉള്ളത് എന്നും. അപ്പം അത് ഏത് മൂർത്തിയെ നമ്മൾ ഭജിച്ചാലും എന്ന പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ സാത്വികമായിട്ട് തന്നെയുള്ള ഭജനം നമ്മുടെ ആവണം. മൂർത്തി ഏതോ ആയിക്കോട്ടെ, തമോ ഗുണോ ഉള്ളതല്ല വിഷയം. നമ്മുടെ ആ ഒരു വാസന എങ്ങനെയാണെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ തമോ ഗുണമൂർത്തിയെ ഭജിച്ചാലും നമുക്ക് നല്ല അനുഭവം ഉണ്ടാവുള്ളൂ. ശിവൻ തമോ ഗുണമൂർത്തിയാണെന്ന് പറഞ്ഞതുകൊണ്ട് തകരാറൊന്നും ഇല്ല. നമ്മുടെ ഉദ്ദേശം നന്നാവണം. അവിടെയാണ് സാത്വികമായിട്ടുള്ള ഉദ്ദേശത്തിനാണ് പ്രാധാന്യം എന്നാണ് അതുകൊണ്ട് കാണിച്ചത്. ഇനി മൂർത്തിയെ നമ്മൾ നോക്കുകയാണെങ്കിലോ ആ വിഷ്ണു തന്നെയാണ് സാത്വിക ഗുണത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് കാണിക്കാൻ രണ്ടാമത്തെ കഥ ഭൃഗുവിൻ്റെ പരീക്ഷ കാണിച്ചു. ഏത് ദേവനെയും ഭജിക്കാം, എങ്കിലും വിഷ്ണുവിന് കുറച്ച് മഹത്വം അധികമുണ്ട് എന്നുള്ളവർക്കാണ് ആ കഥ. എന്തായാലും അതിനുശേഷമാണ് സന്താനഗോപാലം ചരിതം വർണ്ണിക്കുന്നത്. ഏകദാ ദാരവത്യാം തു വിപ്രപത്ന്യാ കുമാരക ജാതമാത്രോ ഭുവൻ സ്പൃഷ്ട മമാരകില ഭാരത. കർമ്മഗതി എന്നേ പറയാനുള്ളൂ. ജനിച്ച ഉടനെ കുട്ടികൾ മരിക്കുക. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഡോക്ടർമാർക്ക് പറയാൻ പറ്റുമോ? അമ്മയ്ക്കും കുട്ടിക്കും കുഴപ്പമൊന്നും കാണില്ല. അതാണ് ദൈവഗതി അല്ലെങ്കിൽ ദൈവവിധി, പൂർവജന്മ കർമ്മം എന്നൊന്നും ഉണ്ട് എന്ന് പറയുന്നത്. കുട്ടിക്കും കുഴപ്പം കാണില്ല, അമ്മയ്ക്കും കുഴപ്പം കാണില്ല. കുട്ടികൾ മരിച്ചു പോവുക, പ്രസവിക്കുമ്പോഴേക്കും മരിക്കുക, അങ്ങനെ ഒരവസ്ഥ. ഇതിൽ എടുക്കേണ്ടതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കഥ നമുക്ക് അറിഞ്ഞ കഥയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുക. പ്രസക്തിയാണ്. ഇത് കഥയിൽ മാത്രമല്ല, ചിലപ്പോൾ പ്രപഞ്ചത്തിൽ നമുക്കുണ്ടാവാം. കുട്ടികളുണ്ടാവാതിരിക്കാം, ഉണ്ടായിട്ട് അതിയായുസില്ലാതെ മരിക്കാം, രോഗികളായി ജനിക്കാം, ഇല്ലേ? നമുക്ക് പോളിയോ ജനിച്ച മുതൽ കാലിന് സ്വാധീനമില്ലാത്തവർ കാണുന്നില്ലേ, വികലാംഗത്വമായിട്ട് കാണുന്നില്ലേ, ഒക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ മരിച്ചു എന്നാക്കി കഥയാവുമ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നും മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമുക്ക് ചില റോളുണ്ട്, അത്രയും നമുക്കുള്ളൂ. ബാക്കി പൂർവജന്മകർമ്മവും കൂടിയാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ദമ്പതികളുടെ ഭാവി സുഖവും സമാധാനവും ഒക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ദൈവാധീനം ഉണ്ടെങ്കിലേ എല്ലാതും നേരെയുള്ളൂ. കഷ്ടകാലം വരുമ്പോൾ എന്താ വേണ്ടത്? ദൈവത്തിനെ അപ്പോഴും ദൈവത്തിനെ വിളിക്കുക. അമ്മ തല്ലിയാലും അമ്മയല്ലേ ഉള്ളൂ. അങ്ങനെയാണ് കഥ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. എന്തായാലും വിപ്രോഗിഹീത്വ മൃതകൻ രാജത്യാരുപതായസ. ഈ കുട്ടിയെ എടുത്തിട്ട് ദ്വാരകയിൽ വന്നിട്ട് പറയുക എന്ന് തീരുമാനിച്ചു. ഒരു ലോകത്തിൽ പ്രജകളുടെ ദുഃഖത്തിന് കാരണം ഒന്നുകിലോ സ്വയം കർമ്മദോഷം, അല്ലെങ്കിലോ രാജാക്കന്മാരുടെ കർമ്മദോഷം കൊണ്ട് പ്രജകൾ ദുഃഖിക്കും. എന്താ ഉദാഹരണം? രാവണൻ സീതയെ കൊണ്ടുപോയി എന്നുള്ള കാരണം കൊണ്ട് രാവണൻ മാത്രമാണോ ദുഃഖിച്ചത്? ആ ലങ്കയിലത്തെ ജനം മുഴുവൻ വെന്തെരിയേണ്ടി വന്നു, ഇല്ലേ? ഹനുമാൻ തീ കൊളുത്തിയപ്പോൾ, യുദ്ധം ഉണ്ടായപ്പോൾ ലങ്കയിലത്തെ ജനങ്ങൾ മുഴുവൻ അനുഭവിച്ചു, ഇല്ലേ? രാമനായിട്ട് യുദ്ധം ഉണ്ടായി തോറ്റപ്പോൾ രാവണൻ മാത്രമല്ല അനുഭവിച്ചത്. അവിടെ രാജാവിൻ്റെ കർമ്മദോഷം പ്രജകളെ ബാധിച്ചു. അത് ബാധിക്കും, അത് തത്വമാണ്, അത് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഭരണം നേരെയില്ലാണ്. ന്യായേണ മാർഗേണ മഹിമഗീശ. ശരിക്കും ധർമ്മേണ മാർഗേണ മഹിമഗീശ എന്നാണ് വേണ്ടത്. ന്യായം എപ്പോഴും സത്യവും ധർമ്മവും ആയിക്കൊള്ളണം എന്നില്ല.
കോടതിയിൽ ന്യായമാണ്. തെളിവ് ഉണ്ടായ അത് ശരിയായതാണ്, തെറ്റായ തെളിവും വിജയിക്കും ഇല്ലേ. അപ്പം ന്യായം എന്ന് പറയുന്നത് അത്ര ഉത്തമല്ല, അതിനേക്കാൾ ഉത്തമമാണ് ധർമ്മം. ധർമ്മപ്രകാരമായാൽ അവിടെ സത്യവും വേണം, അപ്പോഴേ ധർമ്മവും സത്യവും കൂടി യോജിച്ച് ഇതാവുള്ളൂ. അവിടെ ന്യായം ഉണ്ടായ പോരാ, ധർമ്മവും സത്യവുമാണ് ജയിക്കേണ്ടത്. ന്യായം ജയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആയില്ല. അവിടെ വാദിച്ച് തെളിയിച്ച് തെറ്റിനെ ശരിയാക്കാൻ പറ്റും, ശരിയെ തെറ്റാക്കാൻ പറ്റും എന്നാണ് ന്യായം. ന്യായമല്ല വേണ്ടത്, ധർമ്മേണ മാർഗേണ. അപ്പം ധർമ്മമാർഗത്തിൽ ഭരണ നേതാക്കൾ സഞ്ചരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള കാരണം അതാണ്. ക്ഷത്രബന്ധോ കർമ്മദോഷാത് പഞ്ചത്വം മേ ഗതോ അർഭക. ക്ഷത്രബന്ധോ കർമ്മദോഷാത് മേ അർഭക പഞ്ചത്വം ഗത. ക്ഷത്രിയരുടെയും ഭരണനേതാക്കളെയും കർമ്മദോഷം കൊണ്ട് എൻ്റെ കുട്ടി മരിച്ചു. അർഭക കുട്ടി, പഞ്ചത്വം ഗത മരിക്കുക. പഞ്ചത്വം ഗത എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നർത്ഥമാണ്. സംസ്കൃതത്തിൽ അങ്ങനെ പറയാം, പഞ്ചത്വം ഗത. പഞ്ചഭൂതങ്ങളായി മാറി, ശരീരം എന്തായി? പഞ്ചഭൂതമായി. ഇതുവരേക്കും ജീവൻ ഉണ്ടായിരുന്നു, അപ്പോൾ പഞ്ചഭൂതമല്ല. ജീവൻ ഉള്ളപ്പോൾ പഞ്ചഭൂതമാണെന്ന് പറയാൻ പറ്റുമോ? ശരീരത്തിന് പഞ്ചഭൂതാത്മകം മാത്രമല്ല, ജീവൻ പോയപ്പോൾ പഞ്ചഭൂതം മാത്രമായി. അതാണ് പഞ്ചത്വം മേ ഗതോർഭക. അവിടെ ഹിംസാവികാരം ത്രിപതിം ദുശീലം അജിതേന്ദ്രിയം പ്രജാഭജന്ത്യ സീതന്തി ദരിദ്ര നിത്യദുഃഖിത. ഇതൊക്കെയാണ് ശരിക്കും കഥയിൽ നിന്ന് എടുക്കേണ്ടത്. പ്രജാഭജന്ത്യ സീതന്തി, ഹിംസ ബോധം ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവുക. ദുശീലങ്ങൾ ഉണ്ടാവുക, മദ്യപാനം, സ്ത്രീജനാസക്തി, ഇതൊക്കെ. അജിതേന്ദ്രിയം, ഇന്ദ്രിയജയം ഉണ്ടാവാണ്ടിരിക്കുക. പ്രജാഭജന്ത്യ, ഇങ്ങനത്തെ പ്രജകൾ ഉള്ളിടത്ത് ദുഃഖം ഉണ്ടാവും. നിത്യദുഃഖിത, ദരിദ്രന്മാരും നിത്യദുഃഖിതന്മാരും ആവും പ്രജകൾ. അപ്പം നമ്മുടെ കർമ്മം മാത്രമല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് വരുന്നു, രാജാവിൻ്റെ കർമ്മം നമ്മളെ ദുഃഖിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ദുർഗതി വന്നത് എന്ന് ബ്രാഹ്മണൻ ഈ മരിച്ച കുട്ടിയെടുത്തിട്ട് ദ്വാരകയിൽ വന്നിട്ട് രാജാവ് കേട്ടിട്ട് എന്തെങ്കിലും പരിഹാരം കാണുകയാണെന്ന് വെച്ചാൽ കാണട്ടെ. തന്നെ പറ്റിയാണ് ഇവിടെ പറയണത് ഒരു വിചാരമെങ്കിലും വേണ്ടേ പറയുമ്പോൾ രാജാവിന്. ഇപ്പം അതുമില്ല, എപ്പോൾ ഇല്ല. അതുണ്ടോ? ഇത്ര ആൾക്കാർ ആരോപണം ഉന്നയിക്കണോ, അത് സത്യമല്ല, ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു ഗവൺമെൻറ്റിന് വല്ല ശ്രദ്ധയുണ്ടോ? അത് പറയേണ്ടവർ പറയും നമ്മൾ നമ്മുടെ രീതിയിൽ നീങ്ങുക, ആൾക്കാരുടെ വായടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെ തോന്നിയതാ കാട്ടണത്, നല്ലതിനാച്ചാതൊന്നും അങ്ങനത്തെ ഇതൊക്കെ. ഏവം ദ്വിതീയം വിപ്രർഷി തൃതീയം തേവമേവച. 2, 3, 4 എന്നും പറഞ്ഞ കുട്ടികളൊക്കെ മരിച്ചു. പരേതേ നവമേ ബാലേ ബ്രാഹ്മണം സമഭാഷത. 9ാമത്തെ കുട്ടിയും കൂടി മരിച്ചപ്പോൾ രാജാവിന് ബ്രാഹ്മണന് തീർച്ചയായതെന്തോ കർമ്മദോഷം തന്നെയാണ്. ഒരു കുട്ടി ഇപ്പോൾ എതിർച്ച് അങ്ങനെ സംഭവിച്ചു, ഇത് അങ്ങനെയില്ല. ഇത് തീർച്ചയായിട്ടും ഒരു പൂർവ്വജന്മ വിധിയോ കർമ്മദോഷമോ എന്തോ ഒന്ന് ഇതിനകത്തുണ്ട്. അല്ലാതെ ഒരു 9 കുട്ടി ഇങ്ങനെ മരിക്കുമോ? ആ കുട്ടിയെടുത്തിട്ട് അഹപ്രജാവാം ഭഗവൻ രക്ഷിച്ചേത് ഇനയോരിക. അർജുനൻ ഇത് കണ്ടു. എന്താണ് ബ്രാഹ്മണ, കുറേ ആയില്ലോ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടിയും കൊണ്ട് ഇങ്ങനെ വരിക. അപ്പോൾ അറിയാതിരിക്കില്ല. ഇനിയിപ്പോൾ ഞാൻ വേറെ പറയണോ എന്ന നിലയ്ക്ക് ബ്രാഹ്മണന് മറുപടി പറയാനുള്ള മനസ്സൊന്നുമില്ല. കാരണം ഒന്നാമത് ഈ 9 കുട്ടി മരിച്ചിട്ടുള്ള ദുഃഖം കൊണ്ട് മരവിച്ചും മനസ്സൊക്കെ ഇല്ല. ആർക്കായാലും തുടരെ ദുഃഖം വന്നാൽ ഒരാൾ മറുപടി പറയാനും കൂടി നമുക്ക് തോന്നില്ല. അപ്പോൾ അയാളോട് ഉത്തരം പറയാഞ്ഞിട്ടാ എന്നല്ലേ തോന്നുന്നു. അത്ര മടുത്തിരിക്കണു മനസ്സ്. 9 കുട്ടി മരിച്ചിട്ടുള്ള അച്ഛനമ്മമാരുടെ അവസ്ഥ അവർക്ക് തന്നെ അറിയുള്ളൂ. ഒന്നും മിണ്ടിയതൊന്നുമില്ല. പിന്നെയും മുമ്പിൽ വന്നിട്ട് അർജുനൻ, എന്താ ബ്രാഹ്മണ ഞാൻ ചോദിച്ചതിന് താൻ മിണ്ടാണ്ട പോണ? പിന്നെ ഞാൻ വെറുതെ ചോദിക്കൊന്നുമല്ല, കോക്കണേൻ്റെ ഉദ്ദേശമുണ്ട്. അടുത്ത കുട്ടിയെ പ്രസവിക്കാനുള്ള യോഗം ഉണ്ട് വെച്ചാൽ ഞാൻ രക്ഷിക്കാം, അത് പറയാനാണ് ചോദിച്ചാൽ തന്നെ മിണ്ടാണ്ടായ അങ്ങനെ കാര്യം നടക്കുക. അപ്പോൾ ബ്രാഹ്മണൻ അതിലേറെ കളിയാക്കി, അത് അതിലേറെ നന്നായി. ഇവിടെ സംഘർഷനുണ്ട്, കൃഷ്ണനുണ്ട്, അനിരുദ്ധനുണ്ട്. ഇവർ ആരും മോശക്കാരല്ല. ഭഗവാൻ മോശമായവൻ്റെ മോശമില്ലെങ്കിൽ മക്കളും മോശക്കാരാകുമോ? ഒക്കെ കേമന്മാരായിട്ടുള്ളവർ എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടില്ല? എന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം ഇയാളെ കൊണ്ടാണോ അപ്പോൾ ചെയ്യാൻ കഴിയണത്? ചികിത്സിത്വം ബാലിശ്യാത്. ഇത് ബാലിശബുദ്ധി. അപ്പുറത്ത് കേമന്മാരിരിക്കും. ആരാക്കെ കൃഷ്ണനും രാമനൊക്കെ തികഞ്ഞ ആൾക്കാരാണ്.
സാധാരണക്കാരൊന്നുമല്ല, എന്ത് പ്രശ്നവും പരിഹരിക്കണവരോ അവരെ കൊണ്ട് കഴിയാത്തതാണോ ഇപ്പം ഇയാളെ കൊണ്ട് കഴിയണത്? ഇത് വിശ്വസിക്കാൻ ഞാനത്ര മൂഢനൊന്നുമല്ല. തത്നശ്രദ്ധാത്മഹേ വയം, ഞാനത് കേൾക്കണേ ഇല്ല, അതന്നെ കേൾക്കാണ്ട പോണ്. അപ്പോൾ അർജുനൻ പറഞ്ഞു, നാഗം സംഘർഷണോ ബ്രഹ്മണ്യ കൃഷ്ണക്കാഗ്നിരേവച. അതാ അവിടെയൊക്കെ അഹങ്കാരത്തിൻ്റെ ധ്വനി വ്യക്തമായിട്ടുണ്ട്. കുറച്ചല്ല, ഞാൻ സംഘർഷണല്ല, ബ്രാഹ്മണ, ഞാൻ കൃഷ്ണനുമല്ല. ഇതിനൊന്നും അല്ലെങ്കിൽ അതിനേക്കാട്ടിലും മീതെയുള്ള ആളല്ലേ. അഹം വാർജുനോ നാമ ഗാണ്ഡീവം യസ്യവൈധനു. എൻ്റെ പേര് അർജുനൻ കേട്ടിട്ടില്ലേ അങ്ങ്? കേൾക്കാതിരിക്കാൻ വഴിയില്ല. അഥവാ കേട്ടിട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഗാണ്ഡീവത്തിനെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതോ അതും കേട്ടിട്ടില്ല എന്നുണ്ടോ? എന്നപ്പം കേട്ടോളൂ. ഈ ഗാണ്ഡീവം കൊണ്ട് ഒരുവിധം മറ്റുള്ളവർക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നേടും. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യാം, അടുത്ത പ്രസവ സമയമായ എന്നെ ഒന്ന് അറിയിക്കൂ, വഴിയുണ്ടാവും. ഞാനാ പറയണം. മൃത്യും വിജിത്യ പ്രതനെ അനേക്ഷ്യതേ പ്രജാം പ്രഭു. മൃത്യുവിനെ ജയിച്ച് അങ്ങയുടെ കുട്ടിയെ ഞാൻ കൊടുന്നേരാം. ഞാനാ പറയണം. മൃത്യുവിനെയൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന് മാത്രമേ മൃത്യുവിനെ ജയിക്കാൻ പറ്റൂ. ഈ ലോകത്തിൽ 14 ലോകത്തിൽ വേറെ ആർക്കും മൃത്യുവിനെ ജയിക്കാൻ പറ്റില്ല. വെറുതെ വിചാരിക്കുക. പക്ഷേ തട്ടിവിട്ടു, ആവേശത്തിൽ തട്ടിവിടാൻ പാടാത്തതാണ്. തട്ടിവിട്ടത് ഞാൻ കൃഷ്ണനുമല്ല രാമനുമല്ല. ഏവം വിശ്രംഭിതോ വിപ്ര പാൽഗുനേന പരന്തഭ ശകാമസ്തു ഗൃഹം പ്രീത പാർത്ഥവീര്യം നിശാമയൻ. പാർത്ഥൻ്റെ ആ വീരവാദം അങ്ങനെ കേട്ട് പോയി. നല്ല കാലം കൊണ്ട് ഒന്നും കൂടി പ്രസവ സമയമായി. പത്നി പ്രസവിക്കാനുള്ള സമയം, 10ാമത്തെ പ്രസവം. ബ്രാഹ്മണന് ഏകദേശം ഉറപ്പാണ് ഈ കുട്ടിയും കിട്ടണ മട്ടല്ല. 9 എണ്ണം പോയിച്ചാൽ മറ്റതും പോകാൻ തന്നെ അല്ലേ സാധ്യത. 1ഉം 2ഉം അല്ലല്ലോ പോയിരിക്കണം. എന്നാലും പത്നിയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു വിദ്വാൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. പ്രസവ സമയപ്പോൾ പത്നിക്ക് ഒരു പ്രതീക്ഷ. അന്ന് ഏതോ ഒരാളുടെ കഥ പറഞ്ഞില്ലേ, വന്നിട്ട് മൃത്യുവിനെ ജയിച്ച് രക്ഷിക്കാമെന്നൊക്കെ. അത്ത അർജുനനല്ലേ? അതേ, അർജുനൻ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായി തള്ളണ്ട. ഏത് കാലത്ത് ആരെ കൊണ്ടാ ഉപകാരം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ഒന്നും നടക്കില്ല പത്നി. അവനെ കൊണ്ട് എന്ത് പറ്റണം? അവിടെ അല്ലച്ച കൃഷ്ണനൊക്കെ ഉണ്ടാവുമ്പോൾ, ബലരാമൻ ഉണ്ടാവുമ്പോൾ അങ്ങനെ പറയണ്ട. അങ്ങൊരു കാര്യം ചെയ്യൂ, ഞാൻ പറയണ പോലെ കേൾക്കും, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. വിവരം ആ വിദ്വാനെ അറിയിക്കുക. ആരെ കൊണ്ടാ രക്ഷ കിട്ടുക? ചിലപ്പോൾ കൃഷ്ണൻ ഇടപെടാത്തതിൽ വേറുള്ളവർക്ക് രക്ഷപ്പെട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വിധി എങ്ങനെയാണ് നിശ്ചയം, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. ഒന്നും അവനെ വിവരം അറിയിച്ചുകൂടെ അങ്ങേക്ക്? മാത്രമല്ല വലിയൊരു പ്രതിജ്ഞ അർജുനൻ ചെയ്തിട്ടുണ്ട്. കുട്ടിയെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി മരിക്കും. മരിച്ചോട്ടെ, അവനല്ലേ മരിക്കണേ, നമ്മളൊന്നുമല്ലല്ലോ. അഥവാ രക്ഷിക്കാന്ന് വെച്ചാൽ കുട്ടിയെ കിട്ടും, അല്ലച്ചാൽ അവൻ തീ ചാടും. നമ്മളെ ആരും ചാട്ടൊന്നും തീരെ തള്ളൊന്നുമില്ലല്ലോ. അത് ശരിയാണല്ലോ. അവൻ മരിച്ചപ്പോൾ എന്താല്ലേ പോയ ആ വാക്ക കിട്ടിയ. ഏതായാലും ഞാൻ നീ പറഞ്ഞ വാക്ക് തള്ളണില്ല എന്നും പറഞ്ഞ ബ്രാഹ്മണൻ അർജുനൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അർജുനാ, പ്രസവ സമയമായിട്ടുണ്ട്, അങ്ങ് പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ? അർജുനൻ പറഞ്ഞു, അന്ന് അങ്ങേക്ക് എന്നെ ഒട്ടും വിലയുണ്ടായില്ല, വിശ്വസിച്ചതുമില്ല അല്ലേ. പക്ഷേ ആപൽക്കാലത്ത് ഞാൻ തർക്കിക്കാറില്ല. ഒരാപത്ത് വരുമ്പോൾ ഞാൻ അങ്ങനെയുള്ളതൊന്നും ഓർക്കില്ല. നടക്കൂ, ഞാൻ രക്ഷിക്കാം ബ്രാഹ്മണ. അങ്ങ് പറഞ്ഞത് ഓർക്കാച്ചാൽ ഞാൻ വരേണ്ട ആളല്ല, എന്നാലും ഞാൻ വരാം. അവമാനിക്കുക ചെയ്തവരെ കൊണ്ട് എന്താ പറ്റുക ചോദിച്ചിട്ടേ അത് കൂട്ടാക്കാതെ സാരില്ല, ഞാൻ വരാം എന്നങ്ങനെ പറഞ്ഞ് വലിയൊരു ശരത്തിൻ്റെ കൂടാരം ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിലേക്ക് ഈ പത്നിയെ പ്രവേശിപ്പിച്ച് അവിടെ ആവാം പ്രസവം. മൃത്യുവിൻ്റെ മൃത്യോ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല. മന്ത്രതന്ത്രാദികളെ കൊണ്ട് കവചം ചൊല്ലി സംരക്ഷിക്കപ്പെട്ട പ്രത്യേക സൂതികാഗൃഹം അർജുനൻ സൃഷ്ടിച്ചു. സാധാരണ സൂതികാഗൃഹം അല്ലാതെ കവചം കൊണ്ടും മന്ത്രം കൊണ്ടും അസ്ത്രം കൊണ്ടും ഒരു യമനോ ശക്തിക്കോ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. എന്നാൽ പ്രസവം എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ, ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിക്കോളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി. പ്രസവ സമയം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടറെ കരച്ചിൽ കേട്ടപ്പോൾ അർജുനന് വലിയ അഭിമാനം. കുട്ടിയെ പ്രസവിച്ചു, പോയിട്ട് എന്ത് കുട്ടിയാന്നൊക്കെ അറിഞ്ഞിട്ട് വരൂ ബ്രാഹ്മണ, ഇതാ രക്ഷപ്പെട്ടിട്ടുണ്ട് പ്രാവശ്യം. അവനെ കുറച്ച് പ്രതീക്ഷയായി. കുട്ടിയുടെ കരച്ചിൽ കേട്ടു, മറ്റേത് പതിവില്ലല്ലോ.
അപ്പം ചോദിച്ചു, പ്രസവിച്ചോ, എന്താ കുട്ടി? അയ്യോ, കുട്ടി എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ തന്നെ പറ്റിയില്ല, ആകാശത്തേക്ക് പോയി. ശരീരോ വിഹായസ, വിഹായസം ആകാശം, ശരീരത്തോടു കൂടി ആകാശത്തേക്ക് പോയി. പിന്നെ ആൺകുട്ടിയോ പെൺകുട്ടിയോ ശരീരം ഉണ്ടെങ്കിലല്ലേ നോക്കാൻ പറ്റൂ. ഇതും കൂടി കേട്ടപ്പോഴാണ് ബ്രാഹ്മണന് സങ്കടം ഒരു ഭാഗത്ത്, അർജുനൻ്റെ വീരവാദം ഫലിക്കാത്ത ദേഷ്യം, പരിഹാസവും പുച്ഛവും വേറൊരു ഭാഗത്ത്. ദിഗർജുനം മൃഷാവാദം ദിഗാത്മശ്ലാഘിനോദനു. എന്തൊക്കെ പറഞ്ഞു മൃഷാവാദം, കള്ളവാദങ്ങൾ, പൊള്ളവാദങ്ങൾ. അർജുന, ഞാൻ സംഘർഷണനല്ല, കൃഷ്ണനല്ല, അനിരുദ്ധനല്ല. ഇപ്പം മനസ്സിലായി താനൊന്നുമല്ല എന്ന്. താനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പം മനസ്സിലായി. ഒന്നുമല്ല, ആരുമല്ല. ഈ മാതിരി വീരവാദം പ്രലോഭിപ്പിച്ചിട്ട് ബ്രാഹ്മണനായ എന്നെ നീ എന്തിനാ കൂടുതൽ ദുഃഖിപ്പിച്ച്, പ്രതീക്ഷ തന്നിട്ട് ദുഃഖിപ്പിക്കുകയല്ലേ ഇപ്പം ചെയ്തത്? വിപ്രാപത്യം അചക്ഷാണ, വിപ്രൻ്റെ കുട്ടിയെ കാണാതെ കണ്ട് ഇന്ദ്രലോകത്തെ അഷ്ടദിക്പാലന്മാരുടെ സ്ഥാനത്തേക്ക് ഒക്കെ അങ്ങനെ പോയി തിരയുകയാണ് അർജുനൻ. എന്താ പോയി എച്ചതെടുത്തുകൊണ്ടിരാൻ പോയ പോലെ കുട്ടിയെ കിട്ടല്ലേ? അവിടെ എവിടെയും കുട്ടികളില്ല. ഇനിയിപ്പോൾ ഒരു വഴിയുണ്ട്, പ്രതിജ്ഞ പാലിക്കാൻ അഗ്നി കൂട്ടിയിട്ട് അതിൽ ചാടുക. ആ ഭാഗ്യെങ്കിലും പാലിക്കാമല്ലോ. കുട്ടിയെ കൊണ്ടേ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാലും പ്രതിജ്ഞ പാലിച്ചില്ല എന്ന് നാളെ പറയില്ല. അഗ്നിം വിവിക്ഷു കൃഷ്ണേന പ്രയുക്ത പ്രതിഷേധത. അഗ്നി കൊണ്ടാണ് കൂട്ടി, അഗ്നിയാണ് ജ്വലിപ്പിച്ചു. ചാടാൻ പുറക്കുമ്പോഴേക്കും കൃഷ്ണേന പ്രതിഷേധത. കൃഷ്ണൻ തടഞ്ഞു, എന്താ അർജുനായി കാണിക്കണം, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ കൂടെ അത്രയും നടന്നിട്ട് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ ഇത് ചെയ്താൽ ആൾക്കാർ എന്നെയല്ലേ പറയാം, എന്തേ അർജുനൻ ഇങ്ങനെ പ്രശ്നം വന്നിട്ട്? കൃഷ്ണനും ഇല്ലേ അവിടെ, ആരും ഇല്ലേ കാക്കാൻ? സമ്മതിക്കില്ല, ഭഗവാൻ സമ്മതിച്ചില്ല. ദർശേദിജസൂനുസ്തേമാമന, ആ ദിജസൂനുവിനെയൊക്കെ വേണ്ട പോയിട്ട് നമുക്ക് കണ്ടെത്താം എന്നങ്ങനെ പറഞ്ഞ് കുതിരയും കൊണ്ട് ആ തേരിൽ കയറി. 4 കുതിരയുണ്ട് എന്നാണ്. മേഘപുഷ്പബലാഹക, ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, ബലാഹകം. അർജുനൻ്റെ കുതിരകളുടെ പേരാണ് ശൈബ്യ, സുഗ്രീവ, മേഘപുഷ്പ, ബലാഹക. ജീവൻ്റെ 4 അവസ്ഥകളാണ്. അപ്പോൾ ഈ കുതിരയെ പൂട്ടിയ തേരിൽ കയറിയിട്ട് വൈകുണ്ഠത്തെ ലക്ഷ്യമാക്കിയിട്ട് ഓടിച്ചു. ഭഗവാന് തിരയൊന്നും വേണ്ട, എവിടെയല്ലേ നല്ലോണം അറിയാം. ഹൃദിസ്ഥാണ് അവിടെ ഉണ്ടെന്നേ. നേരെ വൈകുണ്ഠത്തിലേക്ക് വിട്ടു. അവിടെ ആ വൈകുണ്ഠത്തെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. തത്രാത്ഭുതം വൈഭവനന്ദുമത്തമം പ്രാജന്മണിസ്തംഭതകത്രശോഭിതം തസ്മിൻ മഹാഭീമമനന്തമദ്ഭുതം തകർത്തമൂർധന്യബണാമണിദുബി വിഭ്രാജമാനം ദ്വിഗുണോൽബണേക്ഷണം ധിതാജലാഭം ശിതികണ്ഠജിക്വം. അനന്തനാകുന്ന മെത്തയുടെ മുകളിൽ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ശംഖചക്രധാത്മാദികളൊക്കെ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി പള്ളികൊള്ളുന്നത് കണ്ടു. 8 കൈകളാണെന്നാണ്. സാന്ദ്രാംബുദാപം സുഭിശങ്കവാസം പ്രസന്നവക്ത്രം രുചിരായ ദക്ഷണം. മനോഹരമായിട്ടുള്ള കണ്ണുകൾ, അവയവങ്ങളോട് യാതൊരു പരിഭ്രമവും ഇല്ലാണ്ട് പ്രലംബചാർവ അഷ്ടഭുജം 8 കൈകളോട് കൂടിയിട്ട് കണ്ടു. തുലന്തൻ, നന്ദൻ മുതലായിട്ട് ഒരാൾ സ്തുതിക്കപ്പെട്ടതായിട്ട് വൈകുണ്ഠം ദർശിക്കുകയാണ്. ആ അർജുനന് വൈകുണ്ഠം കാണിച്ചു കൊടുക്കാനത്രേ സന്താനഗോപാലത്തിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ ഒരു ഉദ്ദേശം അർജുനൻ്റെ അഹങ്കാരത്തെ തീർക്കാൻ. പല ഉദ്ദേശവും ചിലപ്പോൾ ഭഗവാന്റെ ഒരു ലീലകളിൽ. ഇതുവരേക്ക് അർജുനനെ വൈകുണ്ഠം കാണിച്ചു കൊടുത്തിട്ടില്ല. ഇനി വേറൊരു ഉദ്ദേശം പറയണു. തൻ്റെ തന്നെ രൂപമായിരിക്കുന്ന നരനാരായണ സ്വരൂപികളെ വിഷ്ണുവിനെ ഒന്ന് കാണണം. വൈകുണ്ഠത്തിലത്തെ വിഷ്ണുവിൻ്റെ അംശമാണ് കൃഷ്ണനും അതെ, അർജുനനും അതെ. അത് കണ്ണാടിയിൽ സ്വരൂപം കാണാൻ ആർക്കാ ഇഷ്ടമില്ലാണ്ടിരിക്കുക? ഒരു കണ്ണാടി കണ്ടാൽ നമ്മളും ഒന്ന് നോക്കി കളയും ഇല്ലേ? വെറുതെ വയസ്സായിച്ചാലും നില തറച്ചു വെച്ചാലും പല്ല് പോയിച്ചാലും നമുക്ക് തന്നെ അറിയാം നമ്മുടെ മൃഗം കാണാൻ കൊള്ളാത്ത. എന്നാലും ഒന്ന് കണ്ണാടി നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രകൃതമാണ്. അതൊരു കണ്ണാടി കണ്ട ഒന്ന് നോക്കി വെറുതെ ഒന്ന് തലേന്ന് നേരെയൊക്കെ. അപ്പം ഭഗവാന് തോന്നി തൻ്റെ രൂപം താൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ പറ്റില്ലല്ലോ. എന്നാൽ അതൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടും ആവാം. കൃഷ്ണാർജുനന്മാരായിട്ട് താൻ ഉണ്ടായ എങ്ങനെ ഉണ്ടാവും? ആ കൃഷ്ണാർജുനന്മാരുടെ രൂപം തനിക്കൊന്ന് കാണണ്ടേ? അതിനിപ്പോൾ അവരെ ഇങ്ങോട്ട് വരുത്തല്ലാണ്ട് വേറെ വഴിയുണ്ടോ? അതിനും കൂടിയാവാം. അർജുനൻ്റെ അഹങ്കാരം തീർക്കാനാവാം, അർജുനന് വൈകുണ്ഠം കാണിച്ചു കൊടുക്കാനാവാം. എന്താണെന്ന് ഇപ്പോൾ ആർക്കറിയാം? ഭഗവാന്റെ ലീലകളുടെ രഹസ്യമൊക്കെ
നമ്മളിങ്ങനെ ഓരോന്നും ഊഹിക്കുക. ആർക്കപ്പോൾ അത് സത്യം പറയാം, ഗഹനാശയനാണ്. പല ആശയങ്ങളും ചിലപ്പോൾ ഉണ്ടാവും. വബന്ധ ആത്മാനം അനന്തമച്യുതോ വിഷ്ണുച്ചരദർശനജാതസ. വൈകുണ്ഠായാലും ഭഗവാനായാലും കണ്ട ആർക്കായാലും വല്ലാത്തൊരു നിർവൃതി ഉണ്ടാവും ഇല്ലേ. കാണാൻ പറ്റാത്ത കാര്യമൊക്കെ നമസ്കരിച്ചോ ഉദ്ദേശമൊക്കെ പറഞ്ഞു. ആ കുട്ടികളെ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്, അതിനാണ് ഞങ്ങൾ വന്നത്. ഭഗവാൻ പറഞ്ഞ പൂർണ്ണകാമാവഭിയുവാം നരനാരായണ വൃഷി. നരനാരായണ സ്വരൂപത്തിൽ അർജുനൻ നരനും കൃഷ്ണൻ നാരായണനുമാണ്. അവരെ ഒന്ന് കാണാൻ ധർമ്മമാചരിതാം സ്ഥിതി ഋഷഭോ ലോകസംഗ്രഹം. ലോകസംരക്ഷണത്തിനായിക്കൊണ്ട് അവതരിച്ചതായിട്ട് നരനാരായണമൂർത്തികളാണ്. നിങ്ങളപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ കൃഷ്ണനെ കൊണ്ടുവന്ന് ആ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല, ഒന്നും ഇങ്ങോട്ട് വരുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. നിവർത്തതാം സ്വകം ധാമസംപ്രകട്ടോ യഥാഗതം. വന്ന പോലെ യഥാസ്ഥാനത്തേക്ക് നിങ്ങൾ കുട്ടികളെ പോയാലും. നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥ പരമവിസ്മിത. അപ്പോൾ പാർത്ഥന് കാണിക്കാനാണെന്നുള്ളത് വരുന്നു. പാർത്ഥൻ അത്ഭുതപ്പെട്ടു. വൈകുണ്ഠ ലോകം, അവിടുത്തെ അത്ഭുതമൊക്കെ അങ്ങനെ കണ്ടിട്ട് ഒരു കാര്യം അർജുനന് ബോധ്യമാവാൻ വേണ്ടിയിട്ട്, നമുക്കൊക്കെയും ബോധ്യമാവാൻ വേണ്ടിയിട്ട്. അർജുനന് മാത്രമല്ലോ, അതെന്താ എക്കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. ഇവിടെ എന്ത് കഴിവ് ആർക്കുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറയുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ കഥ പറയാനുള്ള കഴിവാണെങ്കിലും ശരി, ഓർമ്മശക്തിയാണെങ്കിലും ശരി, ശബ്ദശക്തിയാണെങ്കിലും ശരി, അല്ലേ, ആരോഗ്യം, ഇരിക്കുക പറയുക, ആരോഗ്യം വേണ്ട. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആരാ അറിയോ? നമ്മുടെ എന്നും കഴിവല്ല, ഭഗവാനാണ്. ഈശ്വരശക്തിയാണ് ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്നത് എന്നും ആ ശക്തിയിൽ ഒന്ന് തിരിഞ്ഞാൽ ഒന്നും ഇരുന്നോടത്തുനിന്ന് എണീക്കാൻ നമുക്ക് പറ്റില്ല, ഒരക്ഷരം മിണ്ടാൻ നമുക്ക് പറ്റില്ല. ആ ഒരു കാരുണ്യം മനസ്സിലാക്കുക. സദാ ഈശ്വരനെ ഭജിക്കുക, വിനയം ഉണ്ടാവുക. ചില്ലറ വിഷമങ്ങളൊക്കെ വരുമ്പോഴും ഭഗവാനെ കുറ്റം പറയാതിരിക്കുക. അത് കൂടുതൽ പ്രശ്നത്തിന് വഴിതെളിക്കും. കാരണം ആ ശക്തിയാണ് എല്ലാം. പാട്ടുപാടുകയാണെങ്കിലും അല്ലേ, ചിത്രം വരയ്ക്കുകയാണെങ്കിലും ഏത് കഴിവും ഒരാൾ പ്രവർത്തിക്കുന്നതിനൊക്കെ ഈശ്വരശക്തി, മുൻജന്മകർമ്മം, ഈശ്വരശക്തി ഇതാണ് കാരണം എന്ന് ഉള്ള കാര്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സന്താനഗോപാലം ഇത് പ്രകാരത്തിലുള്ള ലീലകൾ പലതായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാൻ അഞ്ജസാവർത്തയാമാസ ധർമ്മം ധർമ്മസുതാദിഭി. ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി എന്നും പറഞ്ഞ ആ കഥയുടെ അവസാനിപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.